സ്റ്റിൽ സിംഗിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് കൂടിയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വലിയ സിനിമ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും എല്ലാം മഞ്ജുളെ 17 വയസ്സേ ഉള്ളൂ, 16-17 മികച്ച സംവിധായകൻ മഞ്ജുള. ഹലോ നമസ്കാരം, കൂടെയുള്ളത് മഞ്ജുളൻ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സ്നേഹത്തുമ്പി എന്നുള്ള പാട്ടാണ്. എന്തെങ്കിലും കൂടി അത് കേൾക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ചേട്ടൻ്റെ ആ മുഖം തന്നെയാണ്. ഇപ്പോഴും വല്ലാത്തൊരു ഓർമ്മ തന്നെയാണല്ലേ ആ പാട്ടിന്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും എവർഗ്രീൻ. ചില പാട്ടുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, എവർഗ്രീൻ എന്ന് പറയും. അങ്ങനെ നിൽക്കുന്ന യേശുദാസിൻ്റെ ഏറ്റവും മധുരമുള്ള, ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു പാട്ടാണ്. ജാസി ഗിഫ്റ്റിൻ്റെ തന്നെ ഏറ്റവും നല്ല കോമ്പോസിഷൻ മെലഡിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഞാൻ ചെയ്തതിൽ പാട്ടുകളിൽ ഏറ്റവും നല്ല പാട്ടാണ്. യേശുദാസിന്റെ വരികൾക്ക് ശബ്ദത്തിൽ ചുണ്ടനക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു മഹാഭാഗ്യമാണ്. ചിലപ്പോൾ ഒരു ജന്മത്തിൽ അപൂർവം മാത്രമായിട്ട് കിട്ടുന്നൊരു മഹാഭാഗ്യം തന്നെയാണ്. പക്ഷെ ചേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ നാടകമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാടകവും ചെയ്യുന്നുണ്ട്, സിനിമയും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സീരിയലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഡയറക്ഷൻ ഉണ്ട്, ഇവന്റുകൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയും എനിക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് നാടകം വേറെ, സിനിമ വേറെ, അങ്ങനെ ഞാൻ ഇതിനെ കാണില്ല. നമ്മൾ ഏകോദര സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു കൂനൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട്. കാരണം പല വേദികൾ പിന്നിട്ടു, ഒരു ഏകാഭിനയം എന്ന് പറയുന്നത് ഒന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് നാടകം എന്ന് പറയുന്നതിനോട് അത്ര ഒരു സമീപനം ഇല്ല ആളുകൾക്ക്. ഒരു താല്പര്യം ഇല്ലാത്തൊരു മേഖലയിലേക്ക് പോകുന്നു. ആ സമയത്താണ് ഒറ്റയ്ക്ക് ഒരു വേദിയെ കൈയെടുക്കുക എന്ന് പറയുന്നത്. അത് എത്രത്തോളം എളുപ്പമുള്ള കാര്യമാണ്. പറഞ്ഞല്ലോ, പ്രിൻസി പറഞ്ഞല്ലോ, ഇപ്പം നാടകത്തോട് വലിയ താല്പര്യമില്ല ആളുകൾക്ക് എന്ന് പറയുന്ന ഒരു സമയത്ത് നിന്നാണ് ഞാൻ ഈ സോളോ ഡ്രാമ ഒറ്റയ്ക്ക് നാടകം കളിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ താല്പര്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇപ്പം ഞാൻ ഏകദേശം 2200ഓളം വേദികളിൽ കളിച്ചിട്ടുണ്ട്. 2200ഓളം വേദികളിൽ ഒരു 5-10 വേദികൾ മാത്രമേ പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്ത വേദികളുള്ളൂ. 5-10, 2200 വേദികളിൽ 5-10 വേദികൾ മാത്രം. അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ പോകാനുള്ള കാരണം അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ആ സമയത്തുള്ള ഒരു ചെറിയൊരു അന്തരീക്ഷം കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ബാക്കി മുഴുവൻ ഓഡിയൻസിനും, ബാക്കി കണ്ട എല്ലാ വേദികളിലും സകല ഓഡിയൻസിനും ഈ നാടകം വളരെ നന്നായിട്ട് അസലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാടകത്തെ തിരിച്ചു പിടിക്കുക, ഓഡിയൻസിനെ തിരിച്ചു പിടിക്കുക, ലൈവായിട്ടുള്ള ഒരു പെർഫോമൻസിനെ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഈ നാടകത്തിലൂടെ അറിയാതെ സംഭവിച്ചു. എങ്കിലും ഒറ്റയ്ക്കൊരു വേദിയെ കൈയെടുക്കുക എന്ന് പറയുന്നത്, അത്രയും സമയം ആളുകളെ അതിലേക്ക് ഇരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അല്ല ഒരിക്കലല്ല. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കൂട്ടുള്ള നാടകമാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റേജിനകത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ഈ ആക്ടേഴ്സിനെ വെച്ചിട്ട്, സെറ്റിനെ വെച്ചിട്ട്, ലൈറ്റിനെ വെച്ചിട്ട്, കോസ്റ്റ്യൂം വെച്ചിട്ട്, ഇത് ലൈറ്റിങ്ങൊക്കെ അതിഗംഭീരമായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വെച്ചിട്ട് ആളുകളെ അത്ഭുതപ്പെടുന്ന ഒരു മാജിക്കലിൻ്റെ സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒറ്റ നടൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിനൊന്നും പറ്റും. കാരണം വെച്ചാൽ എന്ത് അത്ഭുതങ്ങൾ കാണിക്കണമെങ്കിലും ഒറ്റ നടൻ കാണിക്കണം. അപ്പോൾ അസാമാന്യ പ്രതിഭയുള്ള ഒരാളായിരിക്കണം ഒറ്റയ്ക്ക് നാടകം കളിക്കുന്ന ഒരാൾ. അപ്പം ഞാനൊരു അസാമാന്യ പ്രതിഭയുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിലേക്കുള്ളൊരു വഴിയിൽ നിൽക്കുന്ന ഒരാളാണ്. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചെയ്ത് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഞാനതിൽ ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ തിരിച്ചറിയുകയാണ് എങ്ങനെയാണ് പ്രേക്ഷകനെ, നമ്മുടെ മുന്നിലിരിക്കുന്ന 500-1000 പേരിലെ ആളുകളെ ഒരു സെക്കൻഡ് പോലും ഈ കണ്ണുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് മാറ്റാതെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും. ഇത് 45 മിനിറ്റ് 1 മണിക്കൂർ സമയമാണ് ഈ നാടകത്തിൻ്റെ ദൈർഘ്യം. എങ്ങനെ പറ്റും എന്നുള്ള പരീക്ഷ ഞാൻ തന്നെ കണ്ടെത്തി അതിൽ ഞാൻ വിജയിച്ചു. അതിൽ ഏറ്റവും എന്നെ സഹായിച്ചെന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രദർശിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാനിത് ഭയങ്കര നടനാണ്, ഞാൻ ഭയങ്കര ആളാണ്, ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നു പറഞ്ഞാൽ എത്ര നേരം പ്രിൻസി കേട്ടിരിക്കും? പറ്റില്ല. അതേസമയം ഞാൻ സംസാരിക്കുന്നതിൽ പ്രിൻസിക്ക് ഇടപെടാനും കൂടെ ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാലോ, ഇടപെടാനും കൂടി ഒരു അവസരമുണ്ട്. നിൻ്റെ റിയാക്ഷൻ, പ്രിൻസിയുടെ റിയാക്ഷൻ അനുസരിച്ചിട്ട് എൻ്റെ ആക്ടിങ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചൂടായി കഴിഞ്ഞാൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യും. നിങ്ങൾ എന്നോട് വളരെ സ്നേഹം കാണിച്ചാൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യും. ദേഷ്യം കാണിച്ചാലും പിന്നെ നിങ്ങൾ സങ്കടപ്പെടാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ ചിലപ്പോൾ സങ്കടപ്പെടും, അല്ല എൻ്റെ കൂടെ നിങ്ങൾ സങ്കടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ, പരസ്പരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഊർജ്ജപ്രസരണം ഈ നാടകത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വേദികൾ കളിച്ചിട്ടും ഈ നാടകം വിജയിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഒരു വേദി പോലും
ബോറടിച്ചിട്ടില്ല. ബോറടിച്ചിട്ടില്ല. എന്നെ അവർക്കും ബോറടിച്ചിട്ടില്ല. ആ, അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായി അതെ, മാറുന്നു. ചെറിയ ഗ്ലിംസുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളിലും ചേട്ടനെ ചിലർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഞാൻ ഇന്നലെ എന്തോ ഒരു ഫംഗ്ഷൻ ഞാൻ പോയ സമയത്ത് ഒരു പിന്നെ ഒരു 10-25 വയസ്സുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, ഭയങ്കര ഡാൻസറാണ് അവൾ. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഏറ്റവും പ്രഗത്ഭയായ ഒരു ഡാൻസർ. ആ കുട്ടി ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, എനിക്കതിലൂടെ കണ്ടപ്പോൾ ഞാൻ ഒരു 10 വർഷം മുമ്പ് ഞാൻ ഇന്ന കോളേജിൽ, മറ്റേ ഡീപ്പോൾ കോളേജിലായിട്ടാണ് തോന്നുന്നു, ഇന്ന കോളേജിൽ നിങ്ങളുടെ കൂനം പെർഫോം ചെയ്തപ്പോൾ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ വല്ലാതെ ഞാനത് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 കൊല്ലത്തിന് ശേഷം കണ്ട ഒരു നാടകത്തിൻ്റെ പേരിൽ ഇന്ന് ഇത്രയും സിനിമ എല്ലാ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കുട്ടി 10 കൊല്ലത്തിന് ശേഷം എന്നെ കണ്ട ഉടനെ ഒരു നാടകത്തിൻ്റെ പേരിൽ ഓർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര സർപ്രൈസായി. അവിടെയാണ് നാടകത്തിന് ശക്തി കിടക്കുന്നത്. ഈ ഓർത്ത് വെച്ച് വന്ന് മിണ്ടുക എന്ന് പറയുന്നത് ഇതുപോലെ ആസിഫ് അലി ഒരിക്കൽ വന്ന് പറഞ്ഞൊരു കാര്യവും ചേട്ടൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂ ഇല്ലാന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഞാനൊരു സിനിമ പൂവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി ആ സമയത്ത് കൊത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, കൊത്ത് നല്ല ഹിറ്റായിട്ടുള്ള സിനിമ, അറിയാലോ, എല്ലാം വളരെ ഫേമസ് ആണ്. അപ്പോൾ കൊത്തിൻ്റെ ഡബ്ബിങ് മുകളിൽ നടക്കുന്നു, പൂവിൻ്റെ ഡബ്ബിങ് താഴെ നടക്കുന്നു. അല്ല, നേരെ തിരിച്ചാണ്, പൂ മുകളിലും ഇത് നടക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് താഴെ വന്ന് ആ കൊത്തിൻ്റെ നടക്കുന്ന സിബി മലയ സാറിൻ്റെ പടമാണ്, ആസിഫ് അലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളെ, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് സിബി സാറ്. അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റപ്പെടുന്നത്, ഞാൻ താഴെ കറങ്ങുന്ന സമയത്തുണ്ട് സിബി സാറിനെ കണ്ട് ആസിഫ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ ചേട്ടൻ എനിക്കറിയാലോ, ഞാനോ മറ്റേ അന്ന് അത് കൂട്ടിക്കാനത്ത് നിന്നൊരു ഡിസംബർ സിനിമ മറ്റേ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനവിടെ പഠിക്കുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ ആ കൂട്ടത്തിനിടെ ഇങ്ങനെ എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, കാരണം വെച്ചാൽ ഇന്ന് മലയാള സിനിമ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന അപൂർവം നടന്മാരിൽ ചുരുക്കം ചില ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആസിഫ് അലി. ആസിഫ് അലിയാണ് എന്നോട് ഇത്രയും സിനിമയിൽ, ഞാൻ പറഞ്ഞില്ല, ഒരു 2ാം നിരയിലും 3ാം നിരയിലുള്ള ആളാണ് എന്നോട് പറയുമ്പോൾ ആസിഫ് അലി പോലും അത് ഓർത്ത് വയ്ക്കുന്നു എന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റി ആസിഫ് അലിക്കാണ്, അല്ലേ? ആസിഫ് അലിക്കാണ് ഓർത്തായിട്ട് നിൽക്കുന്നു. കാരണം അന്ന് സിനിമാ മോഹം കൊണ്ട് നടക്കുന്ന ആളായിരിക്കും. അപ്പോൾ എന്നെ പോലെയൊക്കെ അഭിനയിക്കാൻ, ഇതുപോലെ സ്ക്രീനിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റണം എന്നൊക്കെ ആയിരിക്കും മൂപ്പർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരാൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെതായ തട്ടകത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഡിസംബർ, എനിക്ക് തോന്നുന്നു ഡിസംബറിനെ കുറിച്ച് കൂടുതൽ പറയണം. കാരണം ചേട്ടനെ ആളുകൾ ഓർക്കുന്നത് ഇപ്പോഴും ആ ഡിസംബർ എന്ന മൂവി കൊണ്ട് തന്നെയാണ്, അല്ലേ? കാരണം ഇപ്പോഴും ആളുകൾക്ക് പറയാൻ ഉണ്ട്. കാരണം ആ സിനിമ അന്നത്തെ സമയത്ത് അത് വലിയ ഹിറ്റ് അടിച്ചില്ലെങ്കിൽ അതിന്റെ ഗാനങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നു. അതിലൂടെ ഒരൊറ്റ ഡാൻസ് നമ്പറിലൂടെ ചേട്ടനെ ഓർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും ചേട്ടനെ കാണുമ്പോഴും അതിനിടയിൽ വന്ന് ഇത് ഡിസംബറിലെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഭയങ്കര സീരിയസ് ആയിട്ടും വരുന്നുണ്ട്, ട്രോളായിട്ടും വരുന്നു. തുമ്പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഗ്രീൻ ആയിട്ടുള്ള ഇന്നും പ്രണയിക്കുന്ന ആളുകൾ ആ സമയങ്ങളിലെ പിന്നെ ഈ കല്യാണ കാസറ്റ് ഒരു ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു. ആ കല്യാണ കാസറ്റിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് സ്നേഹത്തുമ്പിയാണ്. ഇന്നും അപൂർവം ആ പാട്ടുകൾ കല്യാണ ഇതിന്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്റെ സ്നേഹിക്കുന്നവർക്ക്, പ്രണയിനികൾക്ക് കൈമാറാൻ പറ്റിയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് ഇത് സ്നേഹത്തുമ്പി. പക്ഷെ ആ ഡാൻസ് പാട്ട് കേൾക്കുമ്പോൾ അതിപ്പം നിൽക്കുന്നത് നല്ല ഏറ്റവും യൂത്തിന്, ന്യൂജൻ യൂത്തിന് എപ്പോഴും ഡാൻസ് കളിക്കാൻ, ആവേശത്തോടെ കളിക്കാൻ ടൂറിസ്റ്റ് ബസ്സുകളിലടക്കം അരങ്ങ് പാടുന്ന സോങ് ആണത്. വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ എന്നെ ട്രോളാനേ സാധ്യതയുള്ളൂ. അതിനിടയിൽ ഒരു ട്രോളും വന്നിരുന്നു, അല്ലേ? ഇടയ്ക്കൊക്കെ ആ ട്രോൾ വന്നിരുന്നു. അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ട്രോളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ സുഹൃത്തുക്കളെ എനിക്ക് അയച്ചു തരും. എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയച്ചു, എട്ടാ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ്, സന്തോഷമാണ് വരിക. ഒന്ന് എന്നെ കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ അന്ന് നമ്മൾക്കൊരു പ്രായമോ അല്ല പക്വതയോ അനുഭവങ്ങളോ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു ഡയറക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടേതായ ചെറിയൊരു പ്രതിഭ കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പിന്നീട് മാറിയെന്ന് കാണുമ്പോഴേ അയ്യേ ഇങ്ങനെയല്ലായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നു തോന്നും. ഇപ്പം ആയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെന്നുള്ളൊരു തോന്നല്ലേ. അപ്പോൾ ഒരു ആത്മവിശ്വാസം കൂടും ഈ ട്രോള് കാണുന്ന സമയത്ത്. ശ്രീധർ മാസ്റ്റർ ആയിരുന്നു അതിന്റെ, ശ്രീധർ മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫി ചെയ്ത്. അശോക് അർനാഥാണ് എൻ്റെ ഡയറക്ടർ. ഷംന കാസിം ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സമയം ഇതുപോലെ തന്നെ ആസിഫ് അലി പോലെ തന്നെയായിരുന്നു ഷംന കാസിം. ഷംന കാസിം ഇങ്ങനെ എത്തി നോക്കി
എന്നെയൊക്കെ വളരെ കൗതുകത്തോടെ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ ഷംന ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാൻസറും പെർഫോമറും ഒക്കെ ആയിട്ട് മാറി. അതൊക്കെ നമ്മളെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു നിഖിലാവുമ്പിൽ എൻ്റെ കൂടെ ചെറിയൊരു വേഷം ചെയ്ത കുട്ടിയാണ്. ഭാഗ്യദേവ താമസൻ ജയറാമിൻ്റെ അനിയത്തിക്കുട്ടിയായിട്ട് ചെയ്തതാണ്. പക്ഷെ നിഖിലാവുമ്പിലും ഇന്ന് അല്ലേ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു ആക്ട്രസ്സായിട്ട് മാറിയിട്ടാണ്. അതൊക്കെ സന്തോഷമാണ്. തീർച്ചയായും സന്തോഷമാണ്. കാരണം ഇവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ അതിനേക്കാൾ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാമല്ലോ. അതെ അതെ അതെ. ശ്രീധർ മാസ്റ്റർ അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നില്ലേ ഡാൻസ്? ശ്രീധർ മാസ്റ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിധിയില്ല, ഹെൽപ്പിനൊക്കെ ഒരു പരിധിയില്ലേ ദാസ. ശരിക്കും കഷ്ടപ്പെട്ടിരുന്നോ ആ സമയത്ത് ആ ഡാൻസ് ഒന്ന്? ആ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അന്നൊന്നും ഈ ടെക്നോളജി അത്ര ഡെവലപ്പ് ചെയ്തിട്ട് അതിപ്പോൾ ഡാൻസ് ചെയ്യാത്ത ഒരാൾ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന ഇന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇന്ന് ടെക്നോളജി അത്ര ഡെവലപ്പ് ചെയ്തു. അന്ന് അത് പറ്റില്ല, ഒരു തട്ടിപ്പ് കാണിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ എങ്ങനെയാണോ പച്ചയായിട്ട് അതുപോലെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്യില്ല എന്നുള്ളത് അത് ഗംഭീരമായിട്ട് ആ സിനിമ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകളൊക്കെ പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. പക്ഷെ അങ്ങനെ അത്ര വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഒരു ഐഡിയ ഡാൻസിൽ. പക്ഷെ ഇപ്പാണെങ്കിൽ ഞാൻ അതിനേക്കാളേറെ നന്നായിട്ട് ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. അതുപോലെ എനിക്ക് തോന്നുന്നു അത് പറയുമ്പോൾ തന്നെ അപരിചിതൻ എന്ന സിനിമ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് സന്തോഷ് ശിവന്റെ ക്യാമറ, മമ്മൂക്കയ്ക്ക് മുന്നിൽ വിരൽ ചൂണ്ടി നിന്ന് സംസാരിക്കുന്ന ഒരു നെഗറ്റീവ് റോൾ, അതൊരു ഭാഗ്യം തന്നെയല്ലോ ഒരു ഫസ്റ്റ് സിനിമ അത്തരത്തിൽ വരിക എന്ന് പറയുന്നത്. യേശുദാസിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഫ്രെയിം വയ്ക്കുന്നത് സന്തോഷ് ശിവനാണ്. അതിനുശേഷം ഡിസംബർ വരുന്നത്. ഞാൻ ചെഗുവേര നാടകമൊക്കെ കളിക്കുന്ന സമയത്ത് വളരെ പ്രശസ്തമായ നാടകമാണ്. ചെയ്യായിരുന്നു ചെഗുവേര. ലോകം മുഴുവൻ ആരാധിക്കുന്ന ധീര വിപ്ലവകാരിനെ അരങ്ങിൽ കൊണ്ടുവന്ന ഒരാൾ. അപ്പം മുടിയൊക്കെ ഇത്ര നീട്ടി വളർത്തി ആ തരത്തിലായിരുന്നു. ബിഗ് വെക്കാതെ ഇതുപോലെ നല്ല മുടി, നല്ലോണം മുടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് 10-20 വർഷം മുമ്പാണല്ലോ. അപ്പോൾ ഈ അതിൽ പൊന്നൻ എന്ന് പറയുന്നത് കാട്ടിലൊരു വില്ലൻ, ഒരു ആദിവാസി യുവാവിൻ്റെ ഒരു വേഷം. അതിൻ്റെ ആ സിനിമേൻ്റെ അസോസിയേറ്റ് രതീഷ് അമ്പാട്ടാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ കാസ്റ്റിംഗ് ആയിട്ട് ആലോചിച്ചപ്പോൾ അയ്യോ ഇങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കണ്ണൂരുണ്ടല്ലോ, പുള്ളിയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു പൊന്നൻ എന്നുള്ള വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു തുടക്കക്കാരൻ പതർച്ചയൊന്നും ഇല്ലാതെ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ അന്നൊന്നും ഈ സന്തോഷ് ശിവൻ ആരാണ് അറിയാം, നല്ല ആളാണ്. പക്ഷെ ഇത്രയും ലോക പ്രശസ്തമായ ഒരു മനുഷ്യനാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നീടാണ് എൻ്റെ ഒരു ബോധം വന്നത്. അന്ന് അറിയുന്നത് നമുക്ക് മമ്മൂട്ടി മാത്രം, മമ്മൂട്ടിൻ്റെ സിനിമ. മമ്മൂട്ടിയാണെങ്കിൽ നെല്ലിയാമ്പതിയാണ് ഷൂട്ട് നടക്കുന്നത്. ഞാൻ താഴേന്ന് ചുരം കയറി മുള്ളെത്തി ആദ്യമായിട്ടാണ് തണുപ്പുള്ള സ്ഥലത്ത് പോലും എത്തുന്നത്. നെല്ലിയാമ്പതി എത്തിയപ്പോൾ സിനിമയുടെ മൊത്തം അന്തരീക്ഷമാണ്. ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, മമ്മൂട്ടിയല്ലേ എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പോൾ ശരിക്കും സിനിമയിൽ കണ്ട അതേപോലെയുണ്ട്. ബാക്കിയുള്ള നടന്മാരോ നടിമാരോ സിനിമയിൽ കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം. ഇവൻ ഞാനാണെങ്കിൽ പോലും ക്യാമറയിൽ വേറൊരു രൂപമായിരിക്കും, എന്തെങ്കിലും ഒരു വ്യത്യാസം. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ ഇത് അതേപോലെ ഇങ്ങനെ പറിച്ച് നട്ടപോലെ നമ്മളെ സ്ക്രീനിൽ ഇത്ര കാലം കണ്ട് ആരാധിച്ച് അഭിനയത്തിൽ മുഴുകി അതിൻ്റെ ഡെപ്തിൽ ഇങ്ങനെ കിട്ടിലും കൊണ്ട ഒരു മനുഷ്യനെ പറിച്ച് വെച്ചതുപോലെ അതേപോലെ ഒരു മനുഷ്യൻ നിൽക്കണം. കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചു. അത് എപ്പോഴും ആരാണ് കൂടെ അഭിനയിക്കുക എന്താണെന്നൊക്കെ. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞാണ് നാടകമാണ് എന്നറിഞ്ഞ് വളരെ കൗതുകത്തോടെ താല്പര്യത്തോടു കൂടി എന്നെ ചേർത്ത് നിർത്തി സംസാരിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയി. നമ്മളും ഇതിനകത്ത് എവിടെയോ നിൽക്കുന്ന ഒരു പുതിയൊരാളാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു വാചകത്തിന് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏതൊരാളുടെ ആഗ്രഹമായിരിക്കും ആദ്യ സിനിമയിൽ ഒരു അറിയപ്പെടുന്ന ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത്. അത് നായകൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് ഏതൊരാളുടെ ഒരു ആഗ്രഹമായിരിക്കും. അത് ഫസ്റ്റ് തന്നെ കൈ കിട്ടുമ്പോൾ ഉള്ളൊരു നെർവസ് ഉണ്ടാവുമല്ലോ. അല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഞാനതിനെ പേഴ്സണലായിട്ട് തിരിച്ചിട്ടാണ്. കാരണം എപ്പോഴും നമ്മൾ തുടങ്ങാൻ വേണ്ടി ഏറ്റവും നല്ലത് ചെറിയ രീതിയിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഏതൊരു ഫീൽഡാണ്, നമ്മളിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നാടകത്തിൽ നമ്മൾ പുലിയാവണമെന്നില്ല, അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പം നീന്തൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് എന്താണ് ഡ്രൈവിംഗ് എന്ന് നമുക്ക് മനസ്സിലാവുക. എന്തോരം തട്ടും മുട്ടും ചീത്തവിളിയും ഒക്കെ കേട്ടിട്ട് ആ വണ്ടി നമ്മുടെ ശരീരത്തിലൊരു ഭാഗമായി മാറും ഒരു പ്രത്യേകമായിട്ട്. അപ്പോഴും മാത്രം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും, ഒരു ഡ്രൈവറായിട്ട് മാറുള്ളൂ. അതുപോലെയാണ് നമുക്ക് ഈ കിട്ടുന്ന വലിയ മഹാന്മാരെ കൂടെ ഒരു ചാൻസ് കിട്ടി വന്നിട്ട് ഒരു കാര്യം. അപ്പം നമുക്ക് ഈ തട്ടാനും മുട്ടാനുള്ള ഒരു അവസരം കിട്ടണം. ഏതൊരു പുതിയൊരാളെ സംബന്ധിച്ച് തട്ടാനും മുട്ടാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം.
അപ്പോൾ അതിനെപ്പോഴും ചെറിയ ഒരു ഫ്രണ്ട് സർക്കിൾ, നമ്മളെ കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ ഒരേപോലുള്ള ആൾക്കാരെ കൂടെ നിൽക്കുന്നതായിരിക്കും എന്നെപ്പോലുള്ള ഒരാൾക്ക് നല്ലത് എന്നാണ് എൻ്റെ തോന്നൽ. അല്ലാതെ വന്നവരുണ്ട് തുടക്കത്തിൽ തന്നെ. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് നമ്മുടെ ദുൽഖർ സൽമാൻ അല്ല, ഇന്ത്യ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ആക്ടർ. ദുൽഖറും മമ്മൂട്ടിയെ പോലുള്ള വലിയൊരു നടൻ്റെ മകനായിട്ടല്ല എങ്ങനെയാണ് തുടങ്ങിയത് അല്ലേ? സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിനിമ. ഇന്ത്യയിലെ ഏത് പ്രമുഖനായ ഡയറക്ടറിൻ്റെ കീഴിലും ഏറ്റവും സൂപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു നടൻ തുടങ്ങിയത് വളരെ ലൈറ്റായിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ നടനായിട്ട് അതിൽ നിൽക്കാൻ പറ്റുന്നതിന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു തെളിവാണ്. എങ്കിലും ഓർക്കുന്നുണ്ടോ ആ ഒരു ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത ആ സമയത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ആ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തതിനേക്കാളേറെ ഞാൻ അവിടെ ചെന്നിട്ട് മമ്മൂട്ടി കണ്ടതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും എവിടെ വെച്ച് കണ്ട, ഞാനിപ്പോൾ അവസാനം ക്രിസ്റ്റഫറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച്, ഞാൻ പ്രജാപതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളിൽ പിന്നെ എൻ്റെ കൂനൻ്റെ തന്നെ 500ാമത്തെ ഉദ്ഘാടനം അദ്ദേഹമാണ് വളരെ സ്നേഹപൂർവ്വം വന്ന് ചെയ്തത്. പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ക്രിസ്റ്റഫറിനും കണ്ടപ്പോഴും അന്ന് കണ്ട അതേ കൗതുകത്തോടെ എനിക്ക് അദ്ദേഹത്തിനെ നോക്കിക്കാണാൻ പറ്റും. അതുപോലെ തന്നെ സംസാരിക്കാൻ ക്യാരി ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, ആളുകളെ അറിയാവുന്ന ആളുകളെ ക്യാരി ചെയ്യുന്നതും. തീർച്ചയായും അത് നാടൻ വലിയ ഇഷ്ടമാണ്. നാടൻ വലിയ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിന് കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ഒക്കെ വലിയൊരു പ്രസ്ഥാനമാണ് നിൽക്കുന്നത്. അത് കേരളത്തിൽ നിൽക്കും കേട്ടോ, ഒരു പ്രത്യേക ഇനിയും വരും, തിരിച്ചു വരുമെന്ന് തിരിച്ചല്ല, എവിടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ അന്നുണ്ടായ ആ ഒരു ഗംഭീര കാലം ഇല്ല എന്ന് മാത്രമേ. പക്ഷെ എപ്പോഴും തിരിച്ച് ഏറ്റവും ഉന്നതിന് നിൽക്കും. എല്ലാ ആർട്ട് ഫോം നിൽക്കും. സിനിമ പോലെ നാടകം പോലെ ഇപ്പോൾ പെയിന്റിങ്ങും ഫോട്ടോഗ്രാഫി നിൽക്കുന്ന പോലെ തന്നെ ഇത് നിൽക്കും. ഈ നാടകത്തിൽ നിന്ന് വന്ന ഒരാളെന്ന് പറയുന്നു, അതുപോലെ തന്നെ നാടകം പഠിച്ച് പ്രൊഫഷണലി പഠിച്ച് വന്നൊരാൾ കൂടിയായിരുന്നു, സിനിമയിലേക്ക് വരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു തരത്തിലേക്ക് സിനിമയിൽ അങ്ങനെ അങ്ങ് ശോഭിച്ചു പോകാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടായിരിക്കും? സിനിമയിൽ ഒന്ന് എൻ്റെ തന്നെ താറാണ്. എനിക്ക് നന്നായിട്ട് അറിയുന്നൊരു ഫീൽഡുണ്ട്, തിയേറ്റർ എന്ന് പറയുന്നത്. അതിൽ ഞാൻ സജീവമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ വിജയങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കും ചെയ്യാണ്. അതിപ്പോൾ ചിലപ്പോൾ കേരളം വിട്ടിട്ടായിരിക്കാം, ഇന്ത്യ വിട്ടിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ കേരളത്തിലെ ആളുകളെ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. നാടകത്തിന് അത്ര റീച്ച്, നിങ്ങൾ ഇപ്പം മീഡിയ പോലും നിങ്ങളെപ്പോലുള്ള ആളുകൾ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നിന്ന് സിനിമകളുടെ പുറകെ പോയി കുറേ ബുദ്ധിമുട്ട്, ഞാൻ തട്ടുമുട്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞില്ലേ, ആ തട്ടുമുട്ടും ഏൽക്കാനുള്ള ഒരു അവസരം ഞാൻ കളഞ്ഞു. അതുകൊണ്ടാണ് ഒന്ന് അത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എപ്പോഴും നമ്മളൊരു ആ തരത്തിലുള്ള ഒരു സിനിമയായിട്ടുള്ള എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന സൗഹൃദ വലയങ്ങളും പിന്നെ ഗോഡ് ഫാദേഴ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളൊക്കെ വേണമായിരുന്നു. അതൊക്കെ പക്ഷെ നമുക്ക് തിയേറ്ററിൽ അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടായിരുന്നു. അത് ഗംഭീരമായി. സിനിമ പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു വിഷമോ സങ്കടമൊന്നുമില്ല. ഞാൻ സിനിമയിലൊന്നും ആയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിനിമയിലും ചേട്ടൻ്റെ അനിയൻ്റെ കൂടെ ഞാനുണ്ട്, ഏകോദര സഹോദരങ്ങളാണ്. നാടകമായാലും സിനിമയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും ഏറ്റവും നല്ല സിനിമകളെ കാണുകയും അതിൽ അത്യാവശ്യം ഇടപെടുകയും, നമ്മളെ സുഹൃത്തുക്കളൊക്കെ സിനിമയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ചില നല്ല വേഷങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഡിസംബറിന്റെ പരാജയം എത്തരത്തിലെങ്കിലും അതിനെ ബാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? ഡിസംബറിന്റെ പരാജയം തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഡിസംബറിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ച് കിടക്കുന്നുണ്ട്. നല്ലൊരു ഡയറക്ടറുണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, മൂലധനം ഒരു പ്രധാന ഘടകമാണ്. പൈസ കുറഞ്ഞു വന്നപ്പോൾ അത് ബ്രേക്കായി, എല്ലാ സ്ഥലങ്ങളിലൊന്നും റിലീസ്. അത് എനിക്ക് തോന്നുന്നു 2-3 വർഷം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ഒരു 6 മാസം കൊണ്ട് ആ പടം തീർക്കുകയും ആ പാട്ട് ഹിറ്റായി അതേ ചൂടോടെ തന്നെ സിനിമ ഇറക്കുകയും ചെയ്യായിരുന്നു എങ്കിൽ അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്യും. എനിക്ക് വേണമെങ്കിൽ നല്ലൊരു നല്ലൊരു നടനൊക്കെ ആയിട്ട് സൂപ്പർ സ്റ്റാർ ഒന്നാവണ്ട, കുഴപ്പമില്ലാത്തൊരു നടനായിട്ട് ലൈം ലൈറ്റിൽ നിന്ന് പോവായിരുന്നു. അത് നമ്മുടെ കയ്യിലല്ല ഉള്ളത്. തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. ആകെ എനിക്കണം അന്ന് സിനിമ റിലീസ് ചെയ്യുന്ന 14 ജില്ലയിൽ ഓരോ പ്രധാനപ്പെട്ട സെൻറ്ററിൽ, കൂടി വന്ന 20 സെൻറ്ററിലാണ്. ഈവൻ 5-10 സെൻറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ കാണാനും ആളുകളുള്ളത്. കാരണം പാട്ട് ഹിറ്റായി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സിനിമ. ചിലപ്പോൾ ഒരർത്ഥത്തിൽ ഗുണത്തെക്കാളേറെ ദോഷം എനിക്ക് ആ സിനിമ തന്നിട്ടുണ്ട്. പക്ഷെ ദോഷമൊന്നും പറഞ്ഞോട്ടെ, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലോ, സ്നേഹത്തുമ്പി ഇന്നും നിൽക്കുന്നുണ്ട്. അതൊരു ഗുണമാണ്. എനിക്ക് നാടകത്തിൽ ഇത്രയും നാടകം കഷ്ടപ്പെട്ട് കളിക്കേണ്ട, അപ്പോൾ ആ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ചിട്ടുണ്ട് സിനിമ. സ്നേഹത്തുമ്പി ഡിസംബർ ആ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച്. കാരണം ഒരു സിനിമാ നടനാണ് ഈ നാടകം ചെയ്യുന്നത്. അത് വലിയൊരു ആനുകൂല്യമാണ് മലയാളികളെ ഇടയിൽ. അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടി. ദോഷം എന്ന് പറയാൻ എന്തായിരിക്കും ഉണ്ടാവുക? ദോഷം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞ സിനിമ ഹിറ്റാവാത്ത, പരാജയപ്പെട്ട ഒരു നടന് ആവശ്യമില്ലല്ലോ. പരാജയപ്പെട്ട ഒരാളെ സിനിമയ്ക്ക് ആവശ്യമില്ല എപ്പോഴും. പിന്നെ എപ്പോഴും നല്ല ലക്ഷണം. ചില ആളുകൾ ഇപ്പോൾ വിജയത്തിൻ്റെ ഭാഗമായ നല്ല ലക്ഷണമായിരിക്കും. ആ സിനിമയിൽ അങ്ങനെ ഒരു ഘടകമുണ്ട്.
പിന്നെ വീണ്ടും പരീക്ഷിച്ച് ലെവലാക്കാനുള്ള അങ്ങനെ ഒരു സൗഹൃദ വലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ സ്നേഹത്തുമ്പിയൊക്കെ വന്ന് എല്ലാവരും പാടിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ലജ്ജാവതി അങ്ങനെയായിരുന്നല്ലോ, ഭയങ്കര ലജ്ജാവതി. അങ്ങനെ ഒരു റിലീസ് ചിലപ്പോൾ നടന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. കാരണം തിയേറ്ററിൽ അന്ന് ലജ്ജാവതി കാണാനായ ആളുകൾ കയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇതിലെ പാട്ടുകളൊക്കെ ആളുകൾ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നതുകൊണ്ടാവും. പെട്ടെന്നാണ് വന്നത്. അപ്പൊ സിനിമ അത്യാവശ്യം നല്ല റിലീസ് സെന്റർ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ കൂടി. പിന്നെ ഈ ഞാൻ നായകനായിട്ടല്ലേ ഇതിനകത്ത്. അപരിചിതം വന്നു എങ്കിലും അപരിചിതന് വേണ്ടത്ര ഹിറ്റായില്ല. ഇന്നത് ഹിറ്റ് സിനിമയാണ്. ഇതിൽ OTT-ലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണുമ്പോൾ, യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇന്ന് ആ സിനിമ റിലീസ് ചെയ്യുന്നത് വീണ്ടും ഹിറ്റാവും. അപരിചിതൻ പുതിയ കാര്യങ്ങൾ അങ്ങനെ അന്ന് പറഞ്ഞു വന്നിട്ടില്ല. അന്ന് പക്ഷെ ആളുകൾക്ക് അത് കിട്ടാത്തതുകൊണ്ട് അത് ഫെയിലായിപ്പോയി. അപ്പോൾ പിന്നീട് വന്ന ഡിസംബർ എന്ന് പറഞ്ഞാൽ ഞാൻ നായകനാണ്. അപ്പോൾ നായകനായി വന്ന ഒരാളെ പിന്നീട് ചെറിയ റോളിന് വിളിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ചില റോളിന് ഇങ്ങനെ ഒരു മഞ്ജുള എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് മൂപ്പരെ വിളിക്കാം, അയ്യോ അയാൾ നായകനായിരുന്നില്ലേ, പിന്നെ ഈ ചെറിയ റോള് ചെയ്യാം. പക്ഷെ ഞാൻ പോവായിരുന്നു. അവരങ്ങനെ തീരുമാനിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഠിക്കാനുള്ള ഒരു സ്ക്രീൻ ആക്ടിങ് പഠിക്കാനുള്ള കുറേ അവസരങ്ങൾ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു റോളുകൾ എനിക്ക് കിട്ടാതെ പോയതിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു തരത്തിൽ അത് മുന്നോട്ട് പോയി ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പൂവ് എന്ന സിനിമ പറയുമ്പോഴാണെങ്കിൽ, കാരണം ഇതിപ്പോൾ അന്താരാഷ്ട്ര ലെവലിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സിനിമ നൽകുന്നൊരു സന്തോഷം എങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ഫീല് ഉണ്ടോ ഉള്ളില്? ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം റീസെൻ്റായിട്ട് പൂവിനെ കുറിച്ച് നമ്മൾ അവസാനം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ക്രിസ്റ്റഫർ ചെയ്തതിന് ശേഷമാണ് പൂവ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്യുന്നത്. പൂവ് എന്ന് പറയുന്നത് ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൗഹൃദ കൂട്ടായ്മ എന്നുള്ള ചെറിയൊരു കുഞ്ഞു സിനിമയാണ്. പക്ഷെ ഒരു അസൽ സിനിമയാണ്. 1.5 മണിക്കൂർ സമയമുള്ളൂ. അതിനകത്ത് ഞാനാണ് നായകൻ. എന്നെ നായകനാക്കുന്നത് എൻ്റെ അഭിനയത്തിലുള്ള വമ്പൻ കഴിവുകൾ കണ്ടിട്ടൊന്നല്ല, മറിച്ച് അത് സംവിധാനം ചെയ്ത് അനീഷ് ബാബു അബ്ബാസ് മൂപ്പരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു അസൽ സ്റ്റോറിയാണ്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൂടെ നിൽക്കുന്ന സ്ത്രീകൾ രൂപപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ആദ്യം അമ്മയാണ് അല്ലേ, അമ്മയാണ് കൂടെ ഉണ്ടാവുക. പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യയായി, അതിനു മുമ്പ് പ്രണയിക്കുന്ന കാമുകി ഉണ്ടാവാം, കാമുകിമാരുണ്ടാവാം. അത് കഴിഞ്ഞാൽ മകളാണ്. അങ്ങനെ കുറേ സ്ത്രീകളാണ് നമ്മൾ ഒരു പുരുഷൻ എപ്പോഴും രൂപപ്പെടുത്തുക. അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്, എന്നിട്ട് ആ പുരുഷൻ്റെയും ആ യാത്രയും കൂടെയുള്ള സ്ത്രീകളുടെ യാത്രയാണ് ആ സിനിമ വരുന്നത്. അപ്പോൾ ഡയറക്ടർക്ക് എന്നെ കണ്ടപ്പോൾ തോന്നി അത് ഞാൻ തന്നെയാണ്. പിന്നെ നാടകത്തിലൊക്കെ വലിയ ആളാണ്, സിനിമ അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇയാൾ ഭയങ്കര നടനായിരിക്കും എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട, എന്നെ കൊള്ളുമെങ്കിൽ മാത്രം നിങ്ങൾ വെച്ചാൽ മതി. അവസാനം വെച്ചിട്ട് പിന്നെ ഞാൻ മോശമായി, അതുകൊണ്ട് സിനിമ മോശമായി എന്ന് പറയരുത് എന്ന് പരിപൂർണ്ണ ഉറപ്പിന് ശേഷം അവർ പറഞ്ഞത്, മഞ്ജുള നിങ്ങളാണ് ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ, നിങ്ങളാണ് ജീവൻ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. കുറച്ച് സമയമുണ്ട്. എന്താ പറയുന്നത്, ഈ പേടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ ഞാനാണോ നായകൻ എന്ന് ചോദിച്ചൊരു പേടി ഉണ്ടായിരുന്നു. ഉള്ളിൽ ഇപ്പോഴും സിനിമയിലേക്ക് വരുമ്പോഴും ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുകയാണോ എന്നുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ടോ? അല്ലാതെ തോന്നുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ കുറേ മൂലധനത്തിന് ആശ്രയിച്ചിട്ട് പരാജയങ്ങളുണ്ട്. ഇപ്പം നാടകം എന്ന് പറയുമ്പോൾ, തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നന്നാക്കി എടുക്കുമ്പോൾ വീണ്ടും സമയമുണ്ട്. ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ട്. നമ്മൾ 1-2 മാസം സമയത്ത് ഗ്രാജുവലി ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പേടി ഇപ്പോഴും. കാരണം വെച്ചാൽ എന്നെ കൊണ്ട് അത് മോശമായി എന്ന് പറയുന്നത്, അത് സിനിമ മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണ് ഞാൻ ഇൻവോൾവ് ആവുന്നൊരു കാര്യം, എന്നെ കൊണ്ട് അത് മോശമായി എന്ന് പറയുന്നത് കുറച്ചൊരു ആത്മവിശ്വാസ കുറവും കൂടി ഉണ്ടാവാം അതിനകത്ത്. പക്ഷെ അതൊരു ഉത്തരവാദിത്ത ബോധം കൂടിയാണ്. എന്നെക്കൊണ്ട് ആ സിനിമ മോശമാവരുത്, അതുകൊണ്ട് ഞാൻ പണിയെടുക്കേണ്ടതെന്നുള്ള ഉത്തരവാദിത്തബോധം കൂടിയാണത്. ആ പേടിയിൽ നിന്നുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസ കുറവെന്ന് ഉണ്ടാവുന്ന ഉത്തരവാദിത്ത ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ ഞാൻ വീണ്ടും അതിലേക്ക് വരികയാണ്. പിന്നെ എന്നെ കാസ്റ്റ് ചെയ്യുന്നു, സിനിമ കാസ്റ്റ് ചെയ്യുന്നു, എനിക്ക് കുറച്ച് സമയം തരുന്നു. നമ്മൾ സുഹൃത്തുക്കളും ആളുകളൊക്കെ ഇരുന്ന് ഈ പേടി, ഈ ആത്മവിശ്വാസക്കുറവ് അവരെനിക്ക് മാറ്റി തന്നു. കൂടെയുള്ള ജോൺസൺ, അതിൻ്റെ റൈറ്റർ ജോൺസൺ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ടാവും. എല്ലാവരും കൂടെ അത് മാറ്റി തന്നു. ഞാൻ ആ ടീമിൽ ഒരാളായിട്ട് മാറിയിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. അത് 10, 15, 16 ദിവസം മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. അതൊരു യാത്രയായിരുന്നു. സിനിമ ഷൂട്ടിംഗ് ആയിട്ട് പോലും തോന്നിയില്ല. കേരളത്തിൻ്റെ ഒരു അറ്റത്തുനിന്ന് ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് തുടങ്ങി തൃശ്ശൂർ പോയി, പാലക്കാട് പോയി, കുമളി പോയി,
പിന്നെ എന്താണ് വാഗമൺ വേ, കമ്പം, തേനി, ഇങ്ങനെ കാസർഗോഡ്, ഇങ്ങനെ യാത്ര 10-16 ദിവസം യാത്ര ചെയ്ത് കഴിയുന്നതിലൂടെ ആ സിനിമ സംഭവിച്ചു. പിന്നീട് ഡബ്ബിങ്ങിലാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു യാത്രകൾ കോർത്തിണക്കിയെന്ന് നമുക്ക് തോന്നുന്നത്. ആ സിനിമ കഴിഞ്ഞ് ഇവിടെ പ്രിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, നന്നായി. പിന്നെ പൊതുവേ പ്രിവ്യൂവിന് വിളിക്കുന്ന സുഹൃത്തുക്കളൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയല്ലോ, അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കുറേ കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. അത് പക്ഷേ എൻ്റെ മാത്രം പ്രശ്നമാണ്. എല്ലാവരും നല്ലതാണ്, എല്ലാവരും കറക്റ്റാണ്, എല്ലാവർക്കും ഡയറക്ടർക്കൊക്കെ കറക്റ്റാണ്. നമുക്ക് എപ്പോഴും തോന്നില്ല, പ്രത്യേകിച്ച് അഭിനയിക്കുന്ന ഇനി എത്ര വലിയ ആളാണെന്ന് അത് തോന്നുന്നു. സ്വന്തം സാധനം സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കാൻ എത്ര വലിയ ആ ഒരു തോന്നലായിരിക്കും എനിക്കുണ്ടായത്. അപ്പോൾ ഇവിടെയൊക്കെ അഭിനന്ദനമൊക്കെ ഏറ്റുവാങ്ങി. ഇവർ കുറേ ഫെസ്റ്റിവലിന് പോയി, ബംഗ്ലാദേശിലെ ഫെസ്റ്റിവലിനൊക്കെ പോയി, ഞാനടക്കം വേണ്ടാവും പറഞ്ഞു. പിന്നെ ഇറ്റലിയിലുണ്ടായിരുന്നു, പിന്നെ എന്താണ് ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലത്തും പോയി. ഒടുവിലാണ് നേപ്പാൾ ഫിലിം ഫെസ്റ്റിവലിന് ആ സിനിമ വരുന്നത്. അതിനിടയ്ക്ക് GSC ഡാനിയലിൻ്റെ ഒരു അവാർഡും കിട്ടി. സിനിമ കുറേ അവാർഡുകൾ കിട്ടി, സിനിമാട്ടോഗ്രാഫി ഒക്കെ കിട്ടി. നേപ്പാൾ അടുത്തായതുകൊണ്ട് നമുക്ക് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് അവിടെ പോവുകയും, അപ്പോൾ സിനിമ നന്നാവുമെന്ന് അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയാം. ഞാൻ അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്, 1-2. അത് ഒന്നിക്ക് സിനിമാട്ടോഗ്രാഫി ഇതാണ് ഏറ്റവും മികച്ചാലും നിൽക്കുന്നത്. എൻ്റെ അമ്മയായിട്ട് KPSC യിലെ ചേച്ചിയാണ് അഭിനയിച്ചിട്ടുള്ളത്, അവർക്കൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞ ഒട്ടനെ ഒരുപാട് വിദേശീയരുണ്ടായിരുന്നു അവിടെ. പിന്നെ എന്താണ്, അമേരിക്കൻസ് ഡയറക്ടറുണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു, ജർമ്മൻ ആളുണ്ടായിരുന്നു, കെനിയിൽ നിന്നുണ്ടായിരുന്നു, ഇറാനിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ നെതർലാൻഡിൽ നിന്ന്, ലോകത്തെ എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞുടനെ പ്രിവ്യൂവിന് അവിടുത്തെ സ്ക്രീനിൽ എല്ലാ ആളുകളും വന്നു കാണാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആ പോസ്റ്ററോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഏക സിനിമ എന്നുള്ള രീതിയിൽ എന്തൊരു താല്പര്യപൂർവ്വം കണ്ടു. സിനിമ കഴിഞ്ഞ് വന്ന ഉടനെ ഡയറക്ടറെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യം എനിക്കാണ് അവർ വിഷ് ചെയ്തത്. ആദ്യം എനിക്കൊന്ന് അർജന്റീനയിൽ ഒരു ഫിലിം മേക്കർ വന്നിട്ട് ഭയങ്കര, അപ്പോൾ ചില നിങ്ങൾ ഗംഭീരമായി ചെയ്ത്, കൂളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് ആ ക്യാരക്ടർ, കൂളാണ് ജീവിതം. അങ്ങനെ ഒരു മനുഷ്യൻ കാണും, അമ്മക്കുട്ടി എന്ന് പറഞ്ഞ പോലെ ഒരു, ഞാൻ പറയാം സ്ത്രീകളെ രൂപപ്പെടുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ഇതുണ്ടാവും. എല്ലാവരും നല്ല, പക്ഷേ ഈ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ കാമാണ്, കൂളാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരി അങ്ങനെ ഉണ്ടല്ലേ. അതായത് നമ്മളെ നാട്ടുകാർക്ക് മനസ്സിലാവാത്ത കൂടി കാര്യങ്ങൾ കൂടെ കാരണം അവർക്ക് മലയാളം അറിയില്ലല്ലോ. നമ്മുടെ മലയാളം നമ്മൾക്കല്ലേ മനസ്സിലാവും. അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് അവർക്ക് തോന്നി അഭിനന്ദിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിർത്തും. പക്ഷേ ക്ലോസിംഗ് സെറമണിക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാനേ ലോകത്തിലെ 98 സിനിമയുടെ കളിക്കുന്നത്, ഈ 98 സിനിമയിൽ ഏറ്റവും മികച്ച നടൻ ഞാനാണെന്നാണ് എൻ്റെ ദൈവം. അപ്പോൾ എന്നിലെ പേടി, എന്നിലെ ആത്മവിശ്വാസക്കുറവ്, എൻ്റെ സംഘം, എൻ്റെ കൂടെ നിന്ന് ഡയറക്ടറും സിനിമാട്ടോഗ്രാഫേഴ്സും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി എന്നെ എത്രമാത്രം ഗുണകരമായിട്ട് എത്തിച്ചു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരെയും പറയേണ്ടി വരുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൽ ചേട്ടൻ്റെ കൂടെ ലളിത ചേച്ചി എങ്ങനെയായിരിക്കും അത് ഹെൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഞങ്ങളൊരു ടീമായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഒരു മാസം സമയം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കൂടുമായിരുന്നു, ഓരോ സ്പേസിൽ കൂടിയിട്ട് ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഡയലോഗിനെ കുറിച്ചിട്ടും അതിന് ക്യാരക്ടറിൻ്റെ ഇന്നറായിട്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കണക്ഷൻ, പിന്നെ ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടാവും. ഈ സിനിമ പറയുന്നത് മാത്രമല്ലല്ലോ, കാരണം അതിനേക്കാളേറെ ഈ ജീവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഇപ്പോൾ ഒരു 45 വയസ്സാണെങ്കിൽ ഈ 45 കൊല്ലക്കാലത്തിനിടയിലെ ഒരു വർഷത്തെ സമയം മാത്രമേ സിനിമയിൽ കാണിക്കുള്ളൂ. ബാക്കി 44 വർഷവും കിടക്കാണ് ഇവിടെ എൻ്റെ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി, ബാക്ക് സ്റ്റോറി ആയിട്ട് കിടക്കുക. അങ്ങനെ ഓരോ ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് എന്നല്ല, ചിലപ്പം കൂടെ യാത്ര ചെയ്യുന്നു, കൂടെ അഭിനയിക്കുന്നു എന്നതിനേക്കാളേറെ കൂടെ യാത്ര ചെയ്യുന്നു. അമ്മ എന്നുള്ള രീതിയിൽ ലീല ചേച്ചി ഇച്ചിരി പ്രായമുള്ള ശരി ഉള്ളതുകൊണ്ട് നമ്മൾ അവരെ കൂടുതൽ കരുതൽ കൊടുക്കേണ്ടതുണ്ട് യാത്ര ചെയ്യും. കാരണം ലോങ് ഒക്കെ പോകുമ്പോൾ കരുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയാണ് എൻ്റെ വൈഫായിട്ട്. പിന്നെ കാമുകിയായിട്ട് അഭിനയിച്ചത് ശാന്തി റാവു, ഹൈദരാബാദിലുള്ളൊരു കുട്ടിയാണ്. മകളായിട്ട് മീനാക്ഷി. പിന്നെ മീനാക്ഷിയായിട്ട് എനിക്ക് ഡയറക്റ്റ് ഇതുണ്ടായിരുന്നില്ല, മകൾ വേറെ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനൊരു